അണ്ഡാശയത്തിൽ നിന്നും അണ്ഡവാഹിനി കുടലിലൂടെ വന്ന് അണ്ഡവും ബീജവും ചേർന്ന് അവിടെ ഒരു എംബ്രിയോയായി ഗർഭപാത്രത്തിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അതാണ് വൈദ്യശാസ്ത്രം. ഞങ്ങളുടെ കാര്യത്തിൽ അവിടെ ട്യൂബില്ലാത്തടത്ത് പ്രഗ്നൻസി ഉണ്ടാകുന്നു. അപ്പോൾ അന്നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു, മാതാവിൻ്റെ കൃപാസന അമ്മയുടെ പക്കൽ നമ്മളൊരു ഉടമ്പടിയിൽ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അതിനെ തുടർന്ന് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, ഒന്നെങ്കിൽ ജോലി രാജിവെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് നിങ്ങളൊരു വീടെടുത്ത് അവിടെ താമസിച്ച് ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്നത് അഡ്വൈസബിൾ അല്ല, എന്നാലും വേണമെങ്കിൽ പോകാം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജൂൺ മാസത്തിൽ ഇവിടെ മാരാരിക്കുളത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ജോലിക്ക് പോകുന്ന സംവിധാനം ആരംഭിച്ചു. അന്ന് ഞങ്ങൾക്ക്, കാരണം വർഷങ്ങൾക്ക് ശേഷമുണ്ടായ പ്രഗ്നൻസി, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എറണാകുളത്തേക്ക് പോരാനായിട്ട് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് എറണാകുളത്തിന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ എളുപ്പമുണ്ട്, ചിത്രയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. അങ്ങനെയുള്ള ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. 8 മാസവും യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ 8 മാസവും നമുക്ക് പൂർണ്ണമായിട്ടും ജോലിക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതെ ജോലിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് മാതാവിൻ്റെ വലിയ കൃപയാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ മെറ്റേണിറ്റി ലീവ് 6 മന്ത് കിട്ടും. ആ മെറ്റേണിറ്റി ലീവും സാങ്ഷനായതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി. അധികം താമസിക്കാതെ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലൂർദ് ഹോസ്പിറ്റലിലെ ഈ വർഷത്തെ 2024 ജനുവരി മാസത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് എൻ്റെ മാത്തുക്കുട്ടി. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട് മാരാരിക്കുളത്തെ പഴയ പുരാതന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊരു വീടാണ്. ആ വീട് ആർക്കും അവർ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്നതിന് മുമ്പ് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ചിത്രയെ പേഴ്സണലായിട്ട് അറിയാവുന്നത് കൊണ്ടും വർഷങ്ങളായിട്ട് അവിടെ ഈ മാരാരിക്കുളത്ത് ജോലി ചെയ്യുന്നതുകൊണ്ടും ഞങ്ങളുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുമാണ് ആ വീട് ഞങ്ങൾക്ക് അവർ വാടകയ്ക്കായിട്ട് തന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് എറണാകുളത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായി, യാതൊരുവിധ കോംപ്ലിക്കേഷൻസിലും ഇല്ലാതെ കൊച്ചുണ്ടായി. പിന്നീട് കൊച്ചിൻ്റെ മാമോദീസ ഏപ്രിൽ 14 തീയതിയായിരുന്നു. ഏപ്രിൽ 25 തീയതി ഞങ്ങൾ താമസിച്ച ഭവനം ആലപ്പുഴ പിതാവ് സെൻറ് ജോസഫ് മാരിലോ ആശ്രമ ദേവാലയമായി അത് ഉയർത്തി, അത് ആശീർവദിച്ചു. ഞങ്ങൾ കിടന്നുമുറിയുന്ന വീടിൻ്റെ അൾത്താരയാണ്, ആ കിടന്നുമുറിയുന്ന ആശ്രമത്തിൽ അൾത്താരയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മളൊരു മാതാവിൻ്റെ മുമ്പിൽ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചിരിക്കും. നമുക്കറിയാം, മക്കളില്ലാത്ത ധാരാളം ദമ്പതികളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ആ മേഖലയിൽ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. വേറെ ഒരാൾക്ക് പോലും അറിയത്തില്ല മക്കളില്ലാത്ത ദമ്പതികളുടെ ബുദ്ധിമുട്ട്. ഞാൻ അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും കൃപാസന മാതാവിൻ്റെ പക്കൽ നിങ്ങളുടെ അപേക്ഷ അങ്ങ് കൊടുത്താൽ മതി. ഉറപ്പായിട്ട് ഉത്തരവരുളി തന്നിരിക്കും. അതിന് ചിലപ്പോൾ ഉടനെ ലഭിക്കണമെന്നില്ല. ഞങ്ങൾ 3 വർഷം വരെയും കാത്തിരുന്നു, 3 വർഷം വരെയും. അതുപോലെ നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് കൃപാസന മാതാവിലൂടെ, പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനിലൂടെ നിങ്ങൾക്ക് ഉത്തരമരുളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരു കാര്യങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. അന്ന് ഡോക്ടർ, കാരണം ഞങ്ങൾക്ക് വളരെ പ്രായമായ ഏജായി, കാരണം 14 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ട്രിപ്പിൾ ലൈൻ ടെസ്റ്റിംഗ് നടത്തണം, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തണം. ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആ കൊച്ചിന് ഒരു ഡൗൺ സിൻഡ്രോമോ മറ്റ് സാധ്യതകളോ നേരത്തെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയതിനുള്ള ടെസ്റ്റാണത്. മാതാവ് തന്ന കുഞ്ഞിനെ ഞങ്ങൾ വിശ്വസിച്ചു. ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് ജനിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിച്ചു. അതുപോലെ തന്നെ ഓരോ ദിവസവും ഉടമ്പടി തൈലവും കാശിരൂപം വെച്ച് കിടന്നു. ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിലും വയറിലും പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ ആ ടെസ്റ്റ് നടത്തിയില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞു, നിങ്ങൾ ആ ടെസ്റ്റ് നടത്തണം, കാരണം പ്രായം കടന്നുപോയി, നോർമൽ പ്രഗ്നൻസി സ്റ്റേജും ആ ഏജും അല്ല നിങ്ങൾക്ക്. പക്ഷേ ഞങ്ങളത് നടത്തിയില്ല. ഒരു കുഴപ്പവുമില്ലാതെ മിടുക്കനായിട്ടുള്ള ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് നന്ദി, പരിശുദ്ധ മാതാവിന് നന്ദി, കൃപാസന അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ, കാരണം ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഞാൻ വിശ്വസിച്ചൊരു കാര്യം ലോജിക്ക് രീതിയിലാണ്. അതായത് പണം ഉണ്ടെങ്കിലും നമ്മുടെ കഴിവുണ്ടെങ്കിലും നമുക്ക് പലതും നേടാൻ പറ്റും. പക്ഷേ പണവും കഴിവും ഉണ്ടായിട്ടും പലതും നേടാൻ പറ്റിയല്ല എന്നുള്ളത് എൻ്റെ സ്വന്തം ജീവിതം കാണിച്ചു തന്നു. അപ്പോൾ പലരുടെയും പ്രതിസന്ധി ഇതാണ്, എനിക്ക് കാശുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. അപ്പോൾ പണം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ എന്തും നേടാം. പക്ഷേ പലപ്പോഴും അത് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്കിതൊക്കെ കാണുമ്പോൾ
നമ്മുടെ ജീവിത അനുഭവത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറാൻ തുടങ്ങും. നമ്മൾ പ്രാർത്ഥനയിലേക്ക് മാറും, വിശ്വാസ ജീവിതത്തിലേക്ക് മാറും. അതുപോലെ തന്നെ കൃപാസന മാതാവിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അത്ഭുത കാര്യം ചിത്ര ഇവിടെ ഈ കൊന്ത ചെല്ലുകയും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രം പലപ്പോഴായിട്ട് ഇന്നും പല ആൾക്കാരും കൃപാസനത്തെക്കുറിച്ച് അറിയുന്നില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അവരെ അറിയിക്കുന്നതിനായിട്ട് പത്രവിതരണങ്ങളൊക്കെ നടത്താറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കുകയായതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പലപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കാൻ വരും. അപ്പം ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കാണാൻ സാധ്യമല്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛനെ മാതാവെ നേരിട്ട് കണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് മനസ്സിൽ ഓർത്തിരിങ്ങനെ ഇരിക്കുക, മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ രാത്രി ഒരു 7:30 കാരണം ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ട് ഈ കൃപാസനത്തിലേക്ക് വരാൻ. ഞങ്ങൾ വൈകിട്ട് മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ കൃപാസനത്തിൽ വരും, ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ. അതൊരു 8:30 വരെ ഗേറ്റ് തുറന്നിട്ടിരിക്കും. 8 കഴിയുമ്പോൾ ഗേറ്റ് ഓപ്പൺ, ഫ്രണ്ടിലെ ഗേറ്റ് കൃപാസനത്തിലെ ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വരും. ജോസഫ് അച്ഛൻ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങളുടെ അടുത്തേക്ക് ജോസഫ് അച്ഛൻ വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 14 വർഷത്തിന് ശേഷം കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ അച്ഛൻ ഞങ്ങൾ ഇവിടെ എത്തി. പ്രാർത്ഥനയിലൂടെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവും വരികയില്ല, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരാതെ നല്ല കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ വാക്ക് അച്ചട്ടായി. ദൈവമാതാവിലൂടെ പരിശുദ്ധ തിരുക്കുമാരനിലൂടെ ഈ കുഞ്ഞിനെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോഴും അഭിഭാഷകനായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ആ സാക്ഷ്യം നമുക്ക് മുൻപിൽ പറയുവാനായിട്ട് സാധിച്ചു. ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുഞ്ഞിനെ പ്രതിയാണ് 14 വർഷമായിട്ടുള്ള അപ്പം 14 വർഷം. അതുപോലെ നോട്ടറി പബ്ലിക് ആകാൻ വേണ്ടിയിട്ട് ഈ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ടറി പബ്ലിക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നിരുന്നു, പക്ഷേ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് വരുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ ഉടമ്പടിയിലെ ഒരു കാര്യം അതായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടറി പബ്ലിക്കായിട്ട് ഞാനിപ്പോൾ പ്രാക്ടീസും ചെയ്യുന്നു.